आइटिंगल में स्थित फेडरल कॉलेज में नवीन कक्षा में पढ़ने वाले सभी छात्रों को मैं इस हिंदी क्लास में स्वागत करता हूँ. नमस्ते. ആറ്റിങ്ങൽ സ്ഥിതി ചെയ്യുന്ന ഫെഡറൽ കോളേജിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ ഈ ഹിന്ദി ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. ഇന്ന് നാം നോക്കാൻ പോകുന്നത്, അതായത് പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ പാഠമാണ്. അത് TV എന്നതാണ് പാഠം. അതിൽ ചില പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഇതൊരു പട്കഥയാണ്. പട്കഥ എന്ന് പറഞ്ഞാൽ തിരക്കഥ എന്ന് അർത്ഥം. തിരക്കഥ എന്ന് പറഞ്ഞാൽ തിരമാലയുടെ കഥയല്ല. തിരക്കഥ സിനിമയോട് ബന്ധപ്പെട്ടതാണ്. ഒരു തിരക്കഥയ്ക്ക് മുഖ്യമായും ഒരു കഥയുടെ ആവശ്യമുണ്ട്. ആ കഥയെ ബന്ധപ്പെടുത്തി തിരക്കഥാകൃത്ത് തിരക്കഥ എഴുതുന്നുണ്ട്. അടുത്ത കാലത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു തിരക്കഥാകൃത്ത് മരിച്ചതായി നിങ്ങൾ ഓർമ്മിക്കുമല്ലോ. അത് പേപ്പറിൽ നോക്കിക്കൊള്ളുക. സിനിമയുമായി ബന്ധപ്പെട്ട ഒന്നാണല്ലോ തിരക്കഥ. ഇപ്പോൾ മനസ്സിലായല്ലോ. ഏതെങ്കിലും ഒരു രംഗത്തിലെ സ്ഥലം, സമയം, കഥാപാത്രങ്ങൾ, ശബ്ദം എന്നിവ തിരക്കഥയിൽ ഉണ്ടാകും. എന്നാൽ കഥയിൽ ഈ പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ടാകണമെന്നില്ല. കഥ ഇല്ലാതെ തിരക്കഥയില്ല. തിരക്കഥയ്ക്ക് പ്രധാനമായിട്ടൊരു കഥ വേണം. മഹാനായ ഒരു കഥാകാരനെയും നോവലിസ്റ്റിനെയും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പ്രേംചന്ദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ താമസിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ 300-ൽ പരം കഥകളും 13-ൽ പരം നോവലുകളും അദ്ദേഹം സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാം വിജയിച്ചിട്ടില്ലെങ്കിലും പലതും വിജയിച്ചതാണ്. ഇപ്പോൾ നാം നോക്കേണ്ടത് തിരക്കഥയെക്കുറിച്ചാണ്. തിരക്കഥ എന്ന് പറഞ്ഞാൽ പട്കഥ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും പുസ്തകം എടുത്തുകൊള്ളുക. ആ പുസ്തകത്തിൽ ടിവിയെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഗോപു കെ ഘർ കെ ബാഹർ കി കച്ചി സടക്ക് ദോപഹർ കെ 2 ബജെ ഹെ. ഇത് നോക്കൂ. ആദ്യം ഒരു ദൃശ്യം, സീൻ ആണ് കാണിക്കുന്നത്. ഒരു ദൃശ്യം തന്നു. അതിൽ ഒരു പ്രത്യേക സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞു. ഒരു കച്ചി സടക്ക് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ടാറിടാത്ത റോഡിനെയാണ് കച്ചി സടക്ക് എന്ന് പറയുന്നത്. അടുത്തതായി സമയം. ദോപഹർ കെ 2 ബജെ. ഉച്ചയ്ക്ക് ശേഷമാണ്, 2 മണി സമയമാണ്. അപ്പോൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കി. ഒന്ന് സ്ഥലം, മറ്റൊന്ന് സമയം. പിന്നെ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത നോക്കാം. പഹാഡി ഇലാക്ക. എങ്ങനെയുള്ള പ്രദേശമാണ്? ഒരു പഹാഡി ഇലാക്ക എന്ന് പറഞ്ഞാൽ ഒരു പർവ്വത പ്രദേശമാണ്. ദൂർ ദൂർ തക് ഫൈലെ പഹാഡ് ദിഖ് രഹേ ഹെ. ദൂരെ നോക്കിയാലും പർവ്വത ശിഖരങ്ങളും പർവ്വത താഴ്വരകളും കാണാം. ഖരീബൻ 8-10 സാൽ കി ഉമ്ർ കെ 3 ബच्चे. ഏകദേശം 8-10 വയസ്സ് പ്രായമുള്ള 3 കുട്ടികളെ കാണാം. ഒരു ഗോപു, ചുന്നി ഔർ ലല്ലു. പേര് കിട്ടിയിട്ടുണ്ട്. ഗോപു, ചുന്നി ഔർ ലല്ലു. കച്ചേ രാസ്തേ പർ ഖടേ ഹെ. ആ ടാറിടാത്ത റോഡ് നിൽക്കുന്നുണ്ടിവർ. ഗോപു ദേഖനെ സെ ഹി ബാക്കി 2 നമ്പർ ഹാവി ലഗ്താ ഹെ. ഗോപുവിനെ ശ്രദ്ധിക്കുക. മറ്റുള്ളവരിൽ ആധിപത്യം സ്ഥാപിക്കുന്ന സ്വഭാവമുള്ള കുട്ടിയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഹാവി ലഗ്ന എന്നുള്ള പ്രയോഗമാണ് വന്നിരിക്കുന്നത്. മറ്റുള്ളവരിൽ ആധിപത്യം സ്ഥാപിക്കുക. നമ്മുടെ നാട്ടിലും ചില ചില്ലറ കൊച്ചു നേതാക്കന്മാരുണ്ടല്ലോ, ചെറിയ. അതുപോലെയാണ് ഇവന്. വഹ് ജമീൻ പർ ഝുകാ ഹെ. അവൻ തറയിലേക്ക് കുനിഞ്ഞു നിൽക്കുന്നു. ഓർ കുച്ച് ഉഠാനെ കി കോശിഷ് കർ രഹാ. എന്തോ ഇറക്കിയെടുക്കുന്നതാണ് തോന്നുന്നത്. ഉസ്കെ ഹാത്ത് മേ മക്കോഡ ഹെ. കയ്യിൽ ഒരു ചെറിയ പ്രാണി കിട്ടിയിട്ടുണ്ട്. ഗോപു എന്തു പറയുന്നു? ചുന്നി കോ മക്കോഡ പകടാത്തേ ഹുയി. ചുന്നിയുടെ കയ്യിൽ കൊടുക്കുന്നു കിട്ടിയ പ്രാണിയെ. ഏ ലേ തേരാ പ്യാര മക്കോഡ. ഇതാ നിന്റെ പ്രിയപ്പെട്ട പ്രാണിയെ എടുത്തുകൊള്ളുക. അബ് ഖാ ഇസ്കി കസം. ഖാ എന്ന് പറഞ്ഞാൽ തിന്നുകയല്ല, ഇതിനെ തൊട്ട് സത്യം ചെയ്യുക. ഖാ ഇസ്കി കസം. പ്രതിജ്ഞാകരണ. പ്രതിജ്ഞ എന്നും പ്രതിജ്ഞ എന്നും പറയും. ഈ 2 ഉച്ചാരണം ശരി തന്നെയാണ്. ഇത് നമ്മുടെ നാട്ടിൽ, കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ പ്രതിജ്ഞ എന്ന് പറയും. എന്നാൽ വടക്കോട്ട് പോയാൽ പ്രതിജ്ഞ എന്നേ പറയൂ. അത് ഉച്ചാരണം കേട്ട് പേടിക്കേണ്ട, 2 ഒന്ന് തന്നെയാണ്. ചുന്നി മുസ്കുരാക്കർ മക്കോട പകടത്തേ ഹുവേ. അവൻ ചിരിച്ചുകൊണ്ട് ആ പ്രാണിയെ കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നു. കൈസേ ഖാനി ഹേ.
ഇങ്ങനെ തിന്നണമെന്നല്ല, എങ്ങനെയാണ് ഞാൻ ആണയിടേണ്ടത്, എങ്ങനെയാണ് ഞാൻ വ്രതം ചെയ്യേണ്ടത്? वो अरे जैसे मास्टर जी बुलवाते हैं, जैसे मास्टर जी बुलवाते हैं, बोल मैं कसम खाती हूँ, बोल मैं कसम. നിങ്ങളുടെ സ്കൂളിൽ അസംബ്ലി ഉണ്ടാകും. ആ അസംബ്ലി സമയത്ത് എല്ലാ കുട്ടികളും പ്രതിജ്ഞ ചൊല്ലാറുണ്ടല്ലോ. അപ്പോൾ ഒരു കുട്ടി പറയുകയും മറ്റുള്ളവർ ഏറ്റുപറയുകയും ചെയ്യാറുണ്ട്. അതുപോലെ പറഞ്ഞാൽ മതി. ചുന്നി मैं कसम खाती हूँ वो कि हम चुपके से दूसरे गाँव जाएंगे. ആവർത്തിച്ച് പറയുകയാണ്, ഞാൻ സത്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, നമ്മൾ അടുത്ത ഗ്രാമത്തിലേക്ക് പോകും. ചുന്നി कि हम चुपके से दूसरे गाँव जाएंगे. വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഞങ്ങൾ ആരോടും പറയാതെ, ഒന്നും മറ്റൊരാൾക്കും മനസ്സിലാകാതെ ഞങ്ങൾ രഹസ്യമായി തന്നെ നമ്മൾ അടുത്ത ഗ്രാമത്തിലേക്ക് പോകും. അവർ ചുപ്കെ സെ ടി വി ദേഖ് കർ ആയെങ്കിൽ, എന്നിട്ട് അതുപോലെ തന്നെ ടി വി കണ്ടിട്ട് മടങ്ങി വരും. ചുന്നി ഹസി റോക്തേവേ, ചിരി അടക്കിക്കൊണ്ടാണ്. അവർ ചുപ്കെ സെ ടി വി ദേഖ് കർ ആയെങ്കിൽ, മിണ്ടാതെ ടി വി കണ്ടിട്ട് മടങ്ങി വരുമോ? അവർ യഹ് ബാത്ത് കിസിക്കോ നഹീം ബത്തായെങ്കിൽ, ഈ കാര്യം ആരോടും പറയുകയില്ല. മാക്കോ ഭി നഹി, അമ്മയോടും ഇല്ലയോ. ലല്ലു ബീച്ച് മീൻ ടോക്ക് കർ, ഇടയ്ക്ക് കയറി തടസ്സപ്പെടുത്തി, ടോക്കിനെ തടസ്സപ്പെടുത്തി തടയുകയാണ്. മാക്കോ കൈസേ ബത്തായെങ്കിൽ, മാത്തോ സോ റഹി ഹെ, അമ്മയോട് എങ്ങനെ പറയാനാണ്, അമ്മ ഉറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ഹാ മാത്തോ സോ റഹി ഹെ, അബ് മക്കോടാ രഖദേ. ശരി, അമ്മ ഉറങ്ങാണ്, ഇനി ആ നല്ല കയ്യിരിക്കുന്ന പ്രാണിയെ അവിടെ വച്ചുകൊള്ളുക. ചുന്നി മക്കോടാ രഖ ദേത്തി ഹെ, ഹാത്ത് ചാടുത്തി, എന്നിട്ട് കൈ തുടച്ച് വൃത്തിയാകുന്നു. ഗോ ആകെ പെടുത്തേ ഹുയി തോ ഫിർ ചലോ, പോകാം, നമുക്ക് നടക്കാം. തീനവും വെച്ച് കച്ചി സടക് പർ ആകെ ബഡ് ജാത്തേ ഹെ, 3 കുട്ടികളും ആ റോഡിൽ കൂടെ തന്നെ മുമ്പോട്ട് നടന്നു പോകുന്നു. അടുത്ത സീനാണ്. ഇവിടെയും സമയവും ഒക്കെ വിശദമായി പറയും. പഹാഡിക്ക് പകിടണ്ടി, അതാണ് സ്ഥലം. ദുപ്പഹർക്ക് 3 ബജെ, ഇപ്പോൾ 3 മണി സമയമാണ്, പകൽ, ഉച്ചയ്ക്ക് ശേഷം. പകിടണ്ടി എന്ന് പറഞ്ഞാൽ ചെറിയ വഴി, പകിടണ്ടി. തങ്ക് രാസ്ത എന്നും പറയും. തങ്ക് രാസ്ത എന്ന് പറഞ്ഞാൽ സങ്കര രാസ്ത. സങ്കര എന്ന ഇടുങ്ങിയ വഴി എന്നാണ് ഈ പകിടണ്ടി എന്ന വാക്കിൻ്റെ അർത്ഥം. ഇപ്പോൾ ബച്ചേ മെഹനത് സെ പഹാഡിക്ക് പകിടണ്ടി ചട് രേ ഹെ, വളരെ പ്രയാസപ്പെട്ട് കുട്ടികൾ ഇപ്പോഴിങ്ങനെ ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക്, പർവ്വതം എന്ന് പറഞ്ഞാൽ വലിയ പർവ്വതമല്ല, ചെറിയതാണ്, അതിൽ കയറുന്നു. സാമനെ വാലി ഏക്ക് ചോട്ടി പർ ടി വി ടവർ ദിഖ് റഹാ ഹെ, തൊട്ട് മുമ്പിലുള്ള ഒരു ചോട്ടി എന്ന് പറഞ്ഞാൽ ഒരു പീക്ക്, കൊടുമുടി പോലെയുള്ള സ്ഥലം, ഉയർന്ന ഭാഗം, പർവ്വതത്തിൻ്റെ ഉയർന്ന സ്ഥലം, അവിടെ ഒരു ടി വി ടവർ അവർ കാണുന്നുണ്ട്. ടി വി ടവർ ഇപ്പോൾ മിക്കവാറും അടുത്തും ഉണ്ട്, നിങ്ങൾ കണ്ടു കാണും. ഗോപു ദേഖ യഹി തോ ടവർ ഹെ ജിസ്സെ ടി വി ആത്താ ഹെ, എല്ലാവരും നോക്കൂ, കാണുക, ഇതിൽ നിന്നാണ് ടി വി സിഗ്നൽ, ടി വിയുടെ പടം വരുന്നത്. ലല്ലു ആത്താ കഹാ ഹെ, ആത്താ ഹോത്താ തോ ഹം ദൂസരേ ഗാവ് ക്യോൻ ജാത്തെ, എവിടെ വരാനാണ്, അങ്ങനെ വന്നിരുന്നു എങ്കിൽ പിന്നെ നമ്മൾ മറ്റൊരു ഗ്രാമത്തിൽ പോകേണ്ട കാര്യം എന്തായിരുന്നു? ഗോവു ചുന്നി യഹ് ലല്ലു ഏകദം ലല്ലു ഹേനാ. ചുന്നി ഗോവു പറയാണ്, ഈ ലല്ലുവേ തികച്ചും ലല്ലു തന്നെയാണ്. ഇവിടെ രണ്ടാമത്തെ ലല്ലുവിൻ്റെ അർത്ഥം വിഡ്ഢി എന്നാണ്. ഫൂൾ, മണ്ടൻ എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. ഇവരൊരു മണ്ടൻ തന്നെയാണ്. ബാബാനെ ബത്തായാ ഥാ നാ ഈ ഇസി ടവർ സെ ദൂസരേ ഗാവ് മേ ടി വി ആത്താ ഹെ, ബാബ പറഞ്ഞിരുന്നില്ലേ ഈ ടവറിൽ നിന്നുമാണ് ആ മറ്റേ ഗ്രാമത്തിൽ ടി വി സിഗ്നൽ വരുന്നതെന്ന്. और क्योंकि हमारा गाँव पहाड़ के इस तरफ है, हमारे में नहीं आता है, നമ്മുടെ ഗ്രാമം പർവ്വതത്തിൻ്റെ മറുഭാഗത്തായതുകൊണ്ട് അതിൽ നിന്നും സിഗ്നൽ നമ്മുടെ ഗ്രാമത്തിൽ എത്തുന്നില്ല എന്നും പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ മറുവശത്തുള്ളത് മാത്രമേ ഈ സിഗ്നൽ പോകുന്നുള്ളൂ. ചുന്നി हाँ मेरे बापू ने तो बक्सा और एंटीना भी खरीद लिया था. എൻ്റെ ബാബ, എൻ്റെ പിതാവ്, എൻ്റെ അച്ഛൻ ഈ ആൻറ്റിനയും ടി വിയും വാങ്ങിച്ചു. പക്ഷേ हमने एंटीना को
സബ് തരഫ് ഘുമായ, ഞങ്ങൾ നമ്മുടെ ആൻറ്റീന പല പ്രാവശ്യം കൊണ്ട് പല ഭാഗത്തേക്കും തിരിച്ചു, പല ഡയറക്ഷനിലും തിരിച്ചു, എന്നിട്ടും ടി വി പകടാഹി നീ, എന്നിട്ടും ടി വിയിൽ ഒരു പടവും കണ്ടില്ല. ഓ ടി വി തോ ജാദു ഹേ, ആ ടി വി എന്ന് പറയുന്ന ഒരു ഇന്ദ്രജാലം പോലെയാണ്. അദ്ഭുത കാര്യ മാജിക് എന്നും എടുക്കാം. അദ്ഭുത കാര്യ മാജിക് എന്ന് ഇതിനർത്ഥം. ജാദു, ജാദു നിങ്ങൾ കണ്ടു കാണും. ഗോപിനാഥ് മുത്തുകാട് ഇതിൻ്റെ വലിയ ആളാണ്, കേട്ടിട്ടുണ്ടാവും. ഐസേ ധോടേ ഹി പകടേക, അങ്ങനെ പെട്ടെന്നൊന്നും പിടിക്കുന്നതല്ല ഈ ടി വി എന്ന് പറയുന്നത്. ക്യാ ചീസ് ടി വി, അത്ഭുതമാണ് കാണിക്കുന്നത്, എന്തൊരു സാധനമാണിത്. वो टीवी की यादों में खोया हुआ आगे बढ़ता है, ബാക്കി दोनों उसके पीछे पीछे चल रहे हैं. എല്ലാവരും മുമ്പോട്ട് നടക്കുന്നു, അവർ ഇങ്ങനെ ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. 2 ദൃശ്യം കഴിഞ്ഞു. അടുത്തത് 3-ാമത്തെ ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം. മനോഹർ ചാച്ചാക്ക് ഘർ കാ കമര. മനോഹർ ചാച്ചാക്ക് ഘർ കാ കമര. മനോഹർ ചാച്ച എന്ന് പറഞ്ഞാൽ ഇളയച്ചനെന്നോ അങ്കിളെന്നോ മനസ്സിലാക്കുക. അദ്ദേഹത്തിൻ്റെ കമറ മുറിയിലെത്തി. സുബഹ് 8 ബജെ, രാവിലെ 8 മണി സമയമാണ്. അപ്പോൾ സ്ഥലവും സമയവും കിട്ടി. ടി വി പർ 26 ജനുവരിക്ക് പരേഡ് ആ രഹി ഹെ. 26 ജനുവരി എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ജനുവരി 26 ജനുവരി ഡൽഹിയിൽ പരേഡുണ്ടാകും, നമ്മുടെ നാട്ടിലും പരേഡുണ്ടാകും. മിക്കവാറും ഓരോ സ്റ്റേറ്റിലും ക്യാപിറ്റലായിരിക്കും ഇത് പ്രധാനമായും നടക്കുക. മറ്റ് പലയിടത്തും ഉണ്ടാകും. പിന്നെ ഓരോ ജില്ലയുടെയും ആസ്ഥാനങ്ങളിൽ ഉണ്ടാകും. അത് ശ്രദ്ധിച്ചുകൊള്ളുക. ഗോപു ഔർ ഉസ്കെ ബാബ എക് ടകീ ലഗായെ, ടക് ലഗാന എന്ന് പറഞ്ഞാൽ കണ്ണിമ വെട്ടാതെ, കണ്ണടയ്ക്കാതെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. മനോഹർ ചാച്ച ബഗൽമേം ബൈഡേ ഹെ. മനോഹർ ചാച്ച അടുത്തുണ്ട്. ബഗൽ എന്ന് പറഞ്ഞാൽ പാസ് അല്ലെങ്കിൽ ബാജുമേ, അടുത്തുണ്ട്. ടി വി മേ ഝാങ്കിയാൻ ചൽ റഹി ഹെ. ഇവിടെ ഝാങ്കിയാം എന്നൊരു വാക്ക് വന്നിട്ടുണ്ട്. ഝാങ്കിയ എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റിനും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു കല അടിസ്ഥാനമാക്കി ഒരു ഝാങ്കി അവതരിപ്പിക്കുക, ഒരു ഫ്ലോട്ട് അവതരിപ്പിക്കാം. അതാണ് ഇവിടെ ഝാങ്കി എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ വള്ളംകളിയോ അല്ലെങ്കിൽ തിരുവാതിരയോ, അതല്ലെങ്കിൽ വേറെ മദ്രാസാണെങ്കിൽ ഭരതനാട്യമോ ഒക്കെ അതിലായിരിക്കും. മധ്യപ്രദേശാണെങ്കിൽ ഏതെങ്കിലും ഒരു കാട്ടുവർഗ്ഗക്കാരുടെ ഡാൻസും ഒക്കെ വെച്ചുകൊണ്ടിങ്ങനെ റോഡിലെ കൊണ്ട് നടക്കുന്നത് കാണാം. ഡൽഹിയിലാണത് കൂടുതലും വരുന്നത്. അതാണ് ഝാങ്കി എന്ന് പറയുന്നത്. ഔർ ഏക്ക് കമൻട്രി ഭി, അതിനെക്കുറിച്ച് കമൻട്രി പറയാൻ എന്താണ് നടക്കുന്നത് എന്നുള്ളത് അപ്പോഴവർ മൈക്കിൽ കൂടി പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് കേൾക്കുകയാണ് ടി വിയിൽ കൂടെ. ടി വി സെ ആത്തി കമൻട്രി और ये है ഝാങ്കി ആസാം രാജ്യക്ക്. ഇപ്പോൾ വരുന്ന ആസാം സ്റ്റേറ്റിൻ്റെ ഒരു ഝാങ്കിയാണ്, ഒരു ഫ്ലോട്ടാണ്. ആകെ ബീഹു നൃത്യ കർത്തി മഹിളായ. അവിടെ ഈ ബീഹു എന്ന ഒരു നൃത്തമുണ്ട്. ആസാമിലെ ഒരു നൃത്ത രൂപമാണ് ബീഹു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇല്ല കണ്ടിട്ടില്ലെങ്കിൽ അത് നെറ്റിൽ കൂടി കണ്ടുകൊള്ളുക. അത് വളരെ നല്ലൊരു നൃത്തരൂപമാണ്. താളത്തിന് സ്ത്രീകൾ നൃത്തം ചെയ്യുന്നത് കാണാൻ വളരെ അഴകുള്ളതാണ്. ഗോപു ബാബ ആവാസ് കഹാസെ ആരിയെ. ഗോപു ചോദിക്കുകയാണ്, ബാബ ഈ എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത്? മനോഹർ ചാച്ച ഗോപി ടി വി സേഹി ആരേ ഹേ ഗോപു, ഇതും ടി വി നിന്നാണ് വരുന്നത്. ഗോപു ജാദു ഹേന, അത്ഭുതം തന്നെയാണ്, ഒരു ഇന്ദ്രജാലം തന്നെയാണിത്. ആ ദൃശ്യം തീർന്നു. അടുത്തത് 4-ാമത്തെ ദൃശ്യമാണ്. പഹാഡി സടക്ക് ഷാം കെ 4 ബജെ. സ്ഥലം പറഞ്ഞു, പഹാഡി സടക്ക്, പർവ്വതപ്രദേശത്തുള്ള ഒരു റോഡാണ്. സമയം 4 മണി ആണ്. തീനും ബച്ചെ സടക്ക് കിനാരെ ചൽ റേ ഹെ. ഈ 3 കുട്ടികളും സടക്ക് കിനാരെ, അത് നല്ല കാര്യമാണ്. റോഡിൻ്റെ മധ്യത്തൂടെയല്ല നടക്കുന്നത്, അതിൻ്റെ സൈഡിൽ കൂടെ നടക്കുകയാണ്. ഗോപു ജാദു ഥാ സച്ച്മുച്ച്, അത്ഭുതം തന്നെയായിരുന്നു. ഇതൊരു ഭയങ്കര മാജിക് തന്നെയായിരുന്നു, സത്യത്തിൽ മാജിക്. ചലോ അപ്പോൾ സടക് പാർ കർണി. ഇനി നമുക്ക് ഈ റോഡ് മുറിച്ച് മറുവശം പോകേണ്ടതുണ്ട്. ശ്രദ്ധിച്ച് റോഡ് മുറിച്ച് കിടക്കാം. സടക് പാർ കർണേക്ക് കോശിഷ്. അവരെല്ലാവരും റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുന്നു. സാമനെ സെ തേസി സെ ഏക് ബസ് ആത്തി ഹെ.
ചീറിപ്പാഞ്ഞൊരു ബസ് വരുന്നു. ചുന്നി ദൗഡ്കർ പാർക്കറിലെത്തി. ചുന്നി കുറുകെ ഓടി മറുവശം പോയി. ഗോപു അവർ ലല്ലു ഖടേ രഹ ജാത്തെ ഹെ. ഗോപുവും ലല്ലുവും അവിടെ തന്നെ നിന്നുപോയി. ബസ് മേ ജോർ സെ ബ്രേക്ക് ലഗ്താ ഹെ. ഡ്രൈവർ പെട്ടെന്ന് ശക്തിയായി ബ്രേക്ക് ഇട്ടു. ഡ്രൈവർ ഗുസ്സേ മേ സിർ ബാഹർ നികാൽത്താ ഹെ. ദേഷ്യത്തോടു കൂടി ഡ്രൈവർ പുറത്തേക്ക് തലയിട്ട് നോക്കുന്നു. പിന്നെ ബാക്കിയുള്ളത് പറയാൻ കൊള്ളത്തില്ല. ഡ്രൈവർ അബേ ദേക്കേ ചലോ, ഇത്രയേ പറഞ്ഞുള്ള ഞാൻ. കുട്ടികളെ സൂക്ഷിച്ച് നടക്കണം, നോക്കി നടക്കണം. ഗോപു അവർ ലല്ലു ജൽദി സെ സഡക് പാർ കർത്തെ ഹെ. ലല്ലുവും ഗോപുവും പെട്ടെന്ന് തന്നെ റോഡ് മുറിച്ച് മറുവശം പോയി. ചുന്നി തും ലോഗ് സച്ച് മേ ചോട്ടെ ബച്ചേ ഹോ. ചുന്നി പറയുന്നത്, നിങ്ങളെല്ലാവരും കൊച്ചു കുട്ടികളാണ്. സഡക് പാർ കർണാ ഭി നഹി ആത്ത. ഒരു റോഡ് എങ്ങനെയാണ് മുറിച്ച് കടക്കേണ്ടതെന്ന് അറിയില്ല. ഗോപു ചേമ്പത്തെ നാണിച്ചു പോയി. ചേമ്പനാന്ന് പറഞ്ഞാൽ നാണിക്കുക, ലജ്ജിത് ഹോന. ചേമ്പനാന്ന് ലജ്ജിത് ഹോന. അബ് ദേർ ഹോറി താമസിക്കുന്നു, നമുക്ക് പെട്ടെന്ന് പോകണം. അവിടെ തീരുന്നു. സീൻ 5 അടുത്തത് 5ാമത്തെ സീനാണ്. അത് നോക്കാം, സ്ഥലം ഏതെന്ന് നോക്കാം. കസ്ബേക്ക് സബ്ജി മണ്ഡി. സമയ ശാം കെ 5 ബജെ. സബ്ജി മണ്ഡി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പച്ചക്കറി കടയാണ്, അതൊരു ചന്തയാണ്. സമയം പറഞ്ഞിട്ടുണ്ട്, 5 മണി സമയമാണ്. ലല്ലു സബ്ജി മണ്ഡിക്ക് ഭീഡ് മേ ഥോടാ പീച്ചേ രഹ ജാത്ത ഗയാ ഹെ. ലല്ലു അല്പം പുറകിലായിപ്പോയി അവിടെ ചെന്നപ്പോൾ. ഗോപു ഓർ ചുന്നി ആകെ ചൽ രഹേ ഹെ. മറ്റേ ഗോപുവും ചുന്നിയും മുമ്പ് നടക്കുന്നുണ്ട്. ചുന്നി ഡെരി ഹുയി. ചുന്നി ഭയന്ന് നിൽക്കുകയാണ്. ചുന്നി തുമ്നെ കഹാ ഥാ ജൽദി പഹുഞ്ചേങ്കെ, ശാം തക്ക് വാപസ് ആയെങ്കെ. ചുന്നി പറയുകയാണ്, നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ എത്താം, അതുപോലെ തന്നെ പെട്ടെന്ന് മടങ്ങി വരികയും ചെയ്യാമെന്ന്. ഗോപു ബസ് മതി. ആനെ വാലാഹെ മനോഹർ ചാച്ച കാ ഘർ. മനോഹർ ചാച്ച അങ്കിളുടെ വീട് ഇതാ അടുത്ത് തന്നെയുണ്ട്, ഇതാ അടുത്ത് കാണുന്നുണ്ട്. ആനെ വാല വെച്ചാൽ വരുന്നത് തന്നെ അടുത്തത് തന്നെയാണ്. ചുന്നി ഏക്ക് ലംബെ ആത്മീ സെ ടക്കരാ ജാത്തി ഹെ. ഒരാൾ നടന്നു വരുന്ന പൊക്കം കൂടിയ ഒരു മനുഷ്യൻ അയാളുമായി കൂട്ടിമുട്ടി. ചുന്നി വഹ് ആദ്മി ജൽദി മേ ഹെ. പെട്ടെന്ന് വെപ്രാളം മുമ്പോട് സ്പീഡിൽ നടന്നു പോവുകയായിരുന്നു. സംഭാലത്തെ ഹുയെ ആകെ ബെളി ജാത്ത ഹെ. വീഴാതെ ഒന്ന് ബാലൻസ് ചെയ്ത് നടന്നു പോയി. ചുന്നി റുവാസി ഹോക്കർ, കരയുന്ന പോലെ, ഇപ്പം കരച്ചിലാണ് വരുന്നത്, കരയുന്ന പോലെ തോന്നുന്നു. കബ്സെ കഹ് രഹേ ഹോ ആനെ വാലാഹെ എന്ന് എപ്പോഴേ പറയുന്നു, ഇതാ വരുന്നു വീടെന്ന്. ഗോപു പീച്ചെ മുടുക്കർ അരേ ये लल्लू कहाँ रह गया. ഈ ലല്ലു ഇവിടെ പോയി. और तू रो मत, अब टीवी देखना है ना. നീ കരയരുത്, TV കാണേണ്ടതല്ലേ. ഉസ്മേ പത്താ ഹെ. അതിൽ പത്താ എന്ന് പറഞ്ഞാൽ അഡ്രസ് ഉണ്ട്. ലോഗ് ബക്സേക്ക് അന്തർ ബന്ദ് ഹോത്തേ ഹെ. ആൾക്കാർ ആ ബക്സ എന്ന് പറഞ്ഞാൽ TV പെട്ടി, അതിനുള്ളിലാണ് ഇരിക്കുന്നത്. ചോട്ടെ ചോട്ടെ ദിക്തേ ഹെ. ചെറുതായി കാണുമെന്നുള്ളതേ ഉള്ളൂ. തേരെ മക്കോളവും കീത്തറ. നീ ആ പ്രാണിയെ പിടിച്ചില്ലേ, ആ പ്രാണിയെപ്പോലെ ചെറിയ ചെറിയ മനുഷ്യർ. ലല്ലു ദിക്തഹ. ലല്ലുവിനെ കണ്ടെത്തി. ലല്ലു ജൽദി ആജ. പെട്ടെന്ന് വാ. ലല്ലു ദൗഡത്താ ഹുവ ആത്താ ഹെ. ലല്ലു ഓടി വരുന്നു. തീനോ ഹാത്ത് പകടക്കർ ചലനലെ. 3 പേരും കൈ കോർത്ത് പിടിച്ചു മുന്നോട്ട് നീങ്ങുന്നു. അടുത്ത സീൻ 6ാമത്തേതാണ്. സ്ഥലവും സമയവും നോക്കാം. കസ്ബേ കി ഗലി. അവർ പോയ ആ തെരുവിൽ, ആ ഗലി ഒരു കസ്ബ പ്രദേശത്തിൻ്റെ ഒരു തെരുവാണ്. ശാം കാ സമയം. ഇപ്പോൾ വൈകുന്നേരമായി, ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ബച്ചേ ഏക്ക് ഗലിക്ക് മോഡ് പർ ഹെ. ഇവരെല്ലാം കൂടി ഒരു മോഡെന്ന് പറഞ്ഞാൽ വളവ്, ഖുമാവ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഛോടാ മോഡ്, അട്ടാ മോഡ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാൽ ഇത് ഡൽഹിയിലുള്ള സ്ഥലങ്ങളുടെ പേരാണ്. അട്ടാ മോഡ്, ആ ബസ് സ്റ്റോപ്പുണ്ട്. അട്ടാ മോഡ് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അവരവിടെ ഇറക്കും. ഛോടാ മോഡ് എന്ന് വേറൊരു സ്ഥലമാണ്. ഇങ്ങനെയുള്ള ഈ ഓരോ മോഡ് വെച്ചാണ് ഡൽഹിയിലും ആഗ്രയിലും മറ്റ് പല പട്ടണങ്ങളിലും സ്ഥലങ്ങൾ മനസ്സിലാക്കുന്നത്. സാമനെ കച്ചേ പക്കേ മക്കാനോങ്കി കത്താറഹേ. തൊട്ട് മുമ്പിൽ നോക്കിയാൽ നല്ല വലിയ കെട്ടിടങ്ങളും എന്നാൽ പൂർത്തിയാക്കാത്ത കെട്ടിടങ്ങളും ഒക്കെ കാണാം.
ഗോപു ബസ് യഹി ഗലി ഹെ. ഇത് തന്നെയാണ് തെരുവ്, തെറ്റിയില്ല. ഇസിമേ മനോഹർ ചാച്ച, അതെ അതെ, ഇവിടെ തന്നെയാണ് മനോഹർ ചാച്ച താമസിക്കുന്നത്. ലല്ലു ഓ ചലോ, നടക്കാം. ഗോപു മക്കാനോം കോ ദേഖ്താ ഹുവ, ഓരോ കെട്ടിടങ്ങളെയും പ്രത്യേകം നിരീക്ഷിച്ചുകൊണ്ട് നടക്കുന്നു. ലേക്കിൻ യാദ് കർണേ ദോ കോൻസാ, ഞാനൊന്ന് ഓർമ്മിച്ചെടുക്കട്ടെ ഏത് കെട്ടിടമാണെന്ന്. ചുന്നി പർ കൈസേ, അത് പിന്നെ എങ്ങനെ, ഒന്നും കാണുന്നില്ലല്ലോ. അരേ ഉസ് ഘർ കെ ഊപ്പർ ടി വി കാ ഡണ്ട ലഗാ ഹുവാ ഹൈ. അതിന് മാർഗമുണ്ട്. ആ വീടിൻ്റെ മുകളിൽ ഒരു ടി വിയുടെ ഏരിയയിൽ വച്ചിട്ടുണ്ട്. ഡണ്ട എന്ന് പറഞ്ഞാൽ നീളമുള്ള ദണ്ട്, ഒരു കമ്പി വച്ചിട്ടുണ്ട്. അത് നോക്കാം. ഡണ്ട വടി, കമ്പ്, നീളമുള്ള ഒരു കമ്പി എന്നെടുക്കാം. ആൻറ്റീന कहते हैं, അതാണ് ആൻറ്റീന. തീനോ ധ്യാൻ സെ ഘറോം കോ ദേഖ്തേ, 3 പേരും വീടുകളെ ശ്രദ്ധിച്ചു നോക്കുന്നു. ഗോപു കാ ചെഹര ഉത്തർ ജാത്താ ഹെ, എന്നാൽ ഗോപുവിൻ്റെ ചെഹര ഉത്തർ ജാന, മുഖം വാടുക, ദുഃഖം തോന്നുക എന്നാണ്, ദുഃഖം വരിക എന്നാണ്. ചെഹര ഉത്തർ ജാന, ചെഹര ഉത്തർ ജാത്താ ഹെ ഗോപു. പറയ യഹാം തോ, പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. സബ്കി ഛത്ത് പർ ലഗാ ഹെ, എല്ലാ വീടുകളുടെയും മുകളിൽ ആൻറ്റിന കാണുന്നുണ്ടല്ലോ. പിന്നെ മനോഹർ ചാച്ചയെ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? പിന്നെ ടി വി വാലാടണ്ട, അപ്പോൾ ക്യാ കരേങ്കെ, ടി വി വാലാടണ്ട. ഈ ടി വി ഏറ്റി വയ്ക്കുന്ന, അതിനെ കണക്ട് ചെയ്യുന്ന വടിയാണ്, നീണ്ട കമ്പിയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എല്ലായിടത്തും കാണുകയല്ലേ. ഗോപു ഹിമ്മത്ത് ഹാർത്തേ ഹുവേ, ഹിമ്മത്ത് ഹാറിനെ നേരത്തെ നമ്മൾ പറഞ്ഞു. അവനൊരു നിരാശ തോന്നി, ആപ്പാടെ ഒരു അമ്പരപ്പ് തോന്നി. പത്താ നഹി, ഒന്നും അറിയാൻ വയ്യ. മനോഹർ ചാച്ചാനെ ബത്തായാ ഥാ ഉൻകെ ഘർ ഹി ടി വി ഹെ. മനോഹർ ചാച്ച പറഞ്ഞ ഓർമ്മിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാത്രമേ ടി വി ഉള്ളൂ എന്നാണ്. പറയൂ ഹാ തോ സബ്കെ ഘർ ഹെ, എന്നാൽ ഇവിടെ നോക്കിയപ്പോൾ എല്ലാ വീടുകളിലും ടി വി കാണുന്നു. ടി വിയുടെ ആ ദണ്ട് കാണുന്നു, അതിൻ്റെ ആൻറ്റിനായും കാണും. ലല്ലു ബേഹദ് ഹതാശ്, നിരാശയോടുകൂടി പറയുകയാണ് ലല്ലു. അബഹം വാപ്പസ് ചലേ, നമുക്ക് മടങ്ങിപ്പോയാൽ എന്ത്. ആസ്മാൻ ദേഖ്തേ, ആകാശത്തേക്ക് നോക്കുന്നു. അന്ധേരാ ഹോ രഹാ ഹേ, ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നു, എന്ത് ചെയ്യും. ചുന്നി ഹം ഖോ ഗേ, അയ്യോ നമുക്ക് വഴിതെറ്റി. ഖോ ഗേ ഗുംറാഹ് ഹോ ഗേ, ഗുംറാഹ് വഴിതെറ്റിയവൻ. ഗുംറാഹ് എന്ന് ഹിന്ദിയിൽ വേറൊരു പ്രയോഗമുണ്ട്. ഹം ഖോ ഗേ. ഗോപു കുച്ച് നഹീം ബോൾത്താ, ബസ് റോനെ ലഗ്താ ഹെ. ഗോപു ഒന്നും മിണ്ടുന്നില്ല, അവൻ കരയാൻ തുടങ്ങി. ബാക്കി ദോനോം ബി റോനെ ലഗ്തേ ഹെ, എല്ലാവരും 3 പേരും കരയായപ്പോൾ. അടുത്തത് സീൻ 7 സ്ഥലവും സമയവും നോക്കാം. കസ്ബേ കി സടക്ക്, ആ പ്രദേശത്തിലെ ഒരു റോഡാണ്. ദേർ ശാം കാ സമയം, ഇരുട്ടി സന്ധ്യയായി. ഭീഡ് ജമാഹെ, ആ സമയത്ത് അവിടെ കുറേ ആൾക്കാർ കൂടിയിരിക്കുന്നു. ഭീഡ്, ആൾക്കൂട്ടം. ബച്ചേ റോരേ ഹെ, കുട്ടികൾ കരയുന്നുണ്ട്. കസ്ബേക്ക് ലോക് ഉനെ ചുപ് കറാറേ ഹെ, ആൾക്കാർ ഓടി വരുന്നു. ഓരോരുത്തരെയും ചുപ് കരാച്ച, മിണ്ടണ്ട കുഞ്ഞെ, കരയണ്ട, എന്താ കാര്യമെന്ന് പറയുക, അങ്ങനെ ചോദിക്കുക. കസ്ബേ വാല ഒരാൾ പറയുകയാണ്, कहते हैं मनोहर चाचा से मिलने आए हैं कीरतपुर में, कीरतपुर से, कीरतपुर അവരുടെ സ്ഥലം. എന്താ പറയുന്നത് കുട്ടികൾ, അവർ മനോഹർ ചാച്ചയെ കാണാൻ വന്നതാണ്. കീറത്പുർ എന്ന സ്ഥലത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. കസ്ബേ വാല രണ്ടാമത്തെ ഒരാൾ പറയുകയാണ്, അബ് ചുപ്പ് ഹോ ജാവോ, കരയണ്ട, മിണ്ടാതിരിക്കൂ. റോവോ മത്, ഡെരോ മത്, പേടിക്കണ്ട, കരയണ്ട. ക്യാ നാം ഹേ തുമാര, നിന്റെ പേരെന്താണ്? ലല്ലു. ലല്ലു, അവൻ പേര് പറഞ്ഞു ലല്ലു. ചുന്നി റോത്തെ ഹോയെ മുച്ചേ ഘർ ജാനാ ഹെ, ചുന്നി പറഞ്ഞു എനിക്കിപ്പോൾ വീട്ടിൽ പോകണം. മനോഹർ ചാച്ച, ഇതിനിടയിൽ മനോഹർ ചാച്ച എന്തോ കാര്യമായിട്ട് അവിടെ വന്നു. ഗോപു ഉഠാലെത്തി, ഗോപുവിനെ വന്നു കണ്ടുപിടിച്ചു എടുക്കുന്നു. മനോഹർ, അരേ ഗോപു തും അക്കേലെ കൈസേ ആകേ. ഗോപു, നീ തനിച്ച് ഇവിടെ എങ്ങനെ വന്നുവിട്ടു? ഗോപു, ടി വി ദേഖനാഥ, ടി വി കാണേണ്ടതായിട്ടുണ്ടായിരുന്നു. ഹം തീനോ കോ, നമ്മൾ 3 പേർക്കും കാണണം. കസ്ബേ വാല ഏക് ദൂസരേ കാ മുഖ് ദേഖ്തേ ഹേ, മനോഹർ ബച്ചോं को ले जाते. കസ്ബേ വാല, അവിടെ കൂടിയ ആൾക്കാർ പരസ്പരം നോക്കുന്നു. മനോഹർ ചാച്ച വന്നപ്പോൾ സമാധാനമായി.
മനോഹർ ചാച്ച കുട്ടികളെയും കൊണ്ട് പോകുന്നു. അടുത്ത് 8ാമത്തെ ദൃശ്യമാണ്. ഇതിൽ നോക്കാം. മനോഹർ ചാച്ച ഘർ, സ്ഥലം കിട്ടി. മനോഹർ ചാച്ചയുടെ അങ്കിളിൻ്റെ വീടാണ്. രാത് കാ സമയം, സമയം രാത്രി. ഇനി ബാബാനെ ഗോപുക്കോ ഗോതുമയും ബിഠായ ഹെ. ബാബ, വലിയച്ഛൻ. അതൊരു ബാബ എന്ന് പറഞ്ഞാൽ പ്രായം കൂടിയ ആളിനെ ബാബ എന്ന് പറയും. ബാബ ചുന്നി അവർ ലല്ലു ഭി ബൈഡേ ഹെ. ചുന്നിയും ലല്ലുവും ഇരിക്കുന്നുണ്ട്. ബാബ മനോഹർക്കു ഗോപു ശൈത്താൻ ഹെ. ഗോപു ശൈത്താൻ ഹെ. ശൈത്താൻ എന്ന് പറഞ്ഞാൽ കുസൃതി എന്നാണ്. ആ കുസൃതിയാണ്, വലിയ കുസൃതിക്കാരാണ്. ശരാരത്തി എന്ന് വേറൊരു വാക്ക് ഹിന്ദിയിലുണ്ട്. ശരാരത്തി എന്ന് പറയും, കുസൃതി കാണിക്കുന്ന. യഹ് സബ്കോ പത്താ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പർ ഇത്തനാ ശൈത്താൻ ഹംനെ സോച്ചായി, ഇത്രയും കുസൃത്തരം കാണിക്കുമെന്ന് ഞങ്ങൾ ആരും ചിന്തിച്ചില്ല എന്നാണ് വലിയച്ഛൻ മുത്തച്ഛൻ പറയുന്നത്, ബാബ പറയുന്നത്. മനോഹർ അവർ പൂരാ രാസ്ത യാദ് ധാ ഇസെ. മനോഹർ ഇവർക്ക് വഴി അറിയാമായിരുന്നു, പക്ഷേ എങ്ങനെ തെറ്റിപ്പോയി എന്ന് മനസ്സിലാവുന്നില്ല. ചലോ അബ് ടി വി ചലായായി. പോട്ടെ, എല്ലാം പോട്ടെ, നമുക്കിനി തീ വയ്ക്കാം. ഇത്തനീ ദൂർസെ ആയേ ദീവാനെ. ഇത്രയും ദൂരിൽ നിന്ന് ഈ 3 ഭ്രാന്തന്മാർ, ദീവാനെ എന്ന് പറഞ്ഞാൽ ഭ്രാന്തന്മാർ, ഇവിടെ ടി വി ഭ്രാന്തന്മാർ. ഭ്രാന്ത് വെച്ചാൽ ഭ്രാന്ത് പിടിച്ചതെന്നല്ല, ഏതെങ്കിലും ഒരു കാര്യത്തിന് അമിതമായി നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആണ് ദീവാന എന്ന് പറയും. മനോഹർ ടി വി ചലാത്ത ഹെ. ഗോപു ലല്ലു ഓർ ചുന്നി സീതെ ഹോക്കർ ബൈഠ ജാത്തെ ഹെ. ഈ പറഞ്ഞ എല്ലാവരും മനോഹർ ടി വി ഓൺ ചെയ്യുന്നു. ഗോപു ലല്ലു ഓർ ചുന്നി നിവർന്നിരിക്കുന്നു. ടി വി കാണാനുള്ള സന്തോഷമാണ്. ടി വി സെ ആവാസ് ആത്തി ഹെ. ടി വിയിൽ നിന്ന് ശബ്ദം വരുന്നുണ്ട്. തസ്വീർ ദിഖ്ന അഭി ബാക്കി. ഇനി പടം വരും. പഴയ ടി വിയല്ലേ, അല്പസമയം എടുക്കും പടം വരാൻ. ഇപ്പോഴാണെങ്കിൽ ഉടൻ വരും. टी वी की आवाज़ और मद्रास का अधिकतम तापमान रहा. ആദ്യം ടി വി വന്ന വാർത്തയാണ്. മദ്രാസിലെ അധിക്തം താപമാൻ, മദ്രാസിലെ ഇപ്പോൾ ഏറ്റവും കൂടിയ ചൂട്, താപനില എത്രയാണ്? 31, 32, 33, 34. എണ്ണാൻ അറിയാമല്ലോ, ഒന്ന് എണ്ണിക്കൊള്ളുക. 31, 32, 33, 34, 35, 36, 37, 38, 39, 40. അതിൽ 34, 31, 32, 33, 34 ഇങ്ങനെ എണ്ണി പഠിച്ചോളണം. ഡിഗ്രി. ഗോപുക്ക് ആഖേ ഫൈൽ റഹി ഹെ. ആഖേ പറഞ്ഞാൽ സന്തോഷം വരിക എന്നാണ്. ആഖേ പറഞ്ഞാൽ കണ്ണം ഒരുപാട് തുറക്കുക എന്നല്ല, സന്തോഷം തോന്നുക. ടി വി കെ ശീശെ പർ ഹൽക്കി ഹൽക്കി റോഷനി ഭി ഫൈൽ റഹി ഹെ. അതിൻ്റെ ആ ടി വിയുടെ ശീശ എന്നൊരു സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ ഇപ്പോൾ പ്രകാശം തെളിഞ്ഞു വരുന്നു. തസ്വീരെ കിസി ഭി പൽ ദിഖ് ജായെങ്കി. പടം ഏത് നിമിഷവും വരും, കാണാൻ സാധിക്കും. ഔർ തഭി, പിന്നെ ഉള്ളത് ഒരു വല്ലാത്തൊരു സംഭവമായിരുന്നു. എന്താണ് ഉണ്ടായത്? ബിജലി ചലി ജാത്തി ഹേ. കറണ്ട് പോയി. അത് സാധാരണ ഇന്ന്. ഖുബ് അന്ധേര ഹോ ജാത്ത ഹേ. ഖുബ് അന്ധേര എന്നുവെച്ചാൽ കനത്ത ഇരുട്ട്. കനത്ത ഇരുട്ട് വ്യാപിക്കുന്നു. കുട്ടികൾ ഗോപു, ചുന്നി और लल्लू एक साथ अंधेरे में ഹേ ഭഗവാൻ, എൻ്റെ ദൈവമേ എന്നെല്ലാവരും വിളിച്ചു പോകുന്നു. മൈ ഗോഡ് അബ് ക്യാ കരേ. ഇനി എന്ത് ചെയ്യാനാണ്? കറണ്ട് പോയല്ലോ, നമുക്ക് ടി വി കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള നിരാശയാണ് ഇപ്പോൾ കാണുന്നത്.